നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കേരളം ആരോഗ്യരംഗത്ത് ഏറെ മുന്നിലാണ് എന്ന വാദഗതിയാണ് കേരളത്തിലെ സർക്കാർ കഴിഞ്ഞ കുറേ നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കേരളത്തിന്റെ ആരോഗ്യരംഗത്തിന്റെ അവസ്ഥ എത്ര മോശമാണ് എന്ന വെളിപ്പെടുത്തലുമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ രംഗത്ത് വന്നിരിക്കുന്നു. അദ്ദേഹം അത്രയും കാര്യങ്ങൾ തുറന്നു പറയണമെങ്കിൽ എത്രത്തോളം ഗുരുതരമാണ് ഈ കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ സ്ഥിതിയെന്ന് നാം വിലയിരുത്തേണ്ടതുണ്ട്, ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. കേരളത്തിലെ ആരോഗ്യരംഗത്തിന്റെ അവസ്ഥ അതിദയനീയമാണ് എന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലടക്കം പല മെഡിക്കൽ കോളേജുകളിലും ശസ്ത്രക്രിയ നടത്താനുള്ള ഉപകരണങ്ങളോ സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നും രോഗികൾ അതിനാവശ്യമായ ഉപകരണങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നാൽ മാത്രമേ ശസ്ത്രക്രിയ അടക്കം നടത്തുകയുള്ളൂ എന്നും അത്തരത്തിലുള്ള ഭീകരമായ സ്ഥിതിവിശേഷമാണുള്ളതെന്നും ഡോക്ടർ തുറന്നു പറയുമ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. ഡോക്ടറെ തള്ളാതെ ആരോഗ്യമന്ത്രി വീണ ജോർജും രംഗത്ത് വന്നിട്ടുണ്ട്. വീണ ജോർജ് പറയുന്നത് ഡോക്ടർ പറഞ്ഞതെല്ലാം പരിശോധിക്കുമെന്നാണ്. യഥാർത്ഥത്തിൽ അതൊരു കുറ്റസമ്മതം തന്നെയാണ്. ആരോഗ്യരംഗത്ത് ഇത്രയും ഗുരുതരമായ പ്രശ്നമുണ്ടായിട്ടും ഇതുവരെ അതിനെ അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഏറ്റവും ഗുരുതരമായി തന്നെ കാണണം. നമുക്കറിയാം, നിയമസഭാ സമ്മേളനത്തിൽ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വഴി ആവശ്യമായ മരുന്നുകൾ വിതരണം ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോഴും 200 കോടിയിലധികം രൂപയാണ് ബജറ്റ് വിഹിതത്തിൽ നിന്ന് വെട്ടിക്കുറച്ചിട്ടുള്ളത് ആരോഗ്യരംഗത്തിന് നൽകാനുള്ളത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിലെ സർക്കാരിന് പിണറായി വിജയന് സ്തുതി പാടുന്നവർക്കും മറ്റുള്ളവർക്കും അതുപോലെ തന്നെ പിണറായി വിജയന് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവർക്കും ആരോഗ്യരംഗത്ത് പണം മുടക്കാനില്ലാത്തപ്പോഴും ജഡ്ജിമാർക്ക് കാർ വാങ്ങുന്നതടക്കം, പുതിയ കാർ നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ പിണറായി വിജയൻ ശ്രദ്ധിക്കുന്നുണ്ട്. നിയമസഭയിലെ അടുക്കള, അതായത് നിയമസഭയുടെ ക്യാൻറ്റീൻ പുതുക്കി പണിയാൻ 2ാം തവണയാണ് പണം അനുവദിച്ചിട്ടുള്ളത്. 8 കോടി രൂപയാണ് ക്യാൻറ്റീൻ അടക്കം ഇനി നൽകാൻ പോകുന്നത്. MLA-മാരുടെയും ശമ്പള വർധനവ് ഉടൻ വരാൻ പോവുകയാണ്. ഏതാണ്ട് 100% വർധനവ്, 50 മുതൽ 100% വർധനവാണ് ലക്ഷ്യം വെക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്ലിഫ് ഹൗസിൽ ലിഫ്റ്റ് പിടിപ്പിക്കാനും ക്ലിഫ് ഹൗസിൽ തൊഴുത്തു പണിയാനും വരെ പണമുള്ള പിണറായി വിജയന് കേരളത്തിലെ സാധാരണക്കാർക്ക് വേണ്ടി ചിലവാക്കാൻ പണമില്ല എന്നാണ് വ്യക്തമാകുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ലൈഫ് മിഷന് വേണ്ടി ചെലവഴിക്കേണ്ട പണം വകമാറ്റിയിരിക്കുന്നു. കേരളത്തിലെ സാധാരണക്കാരുടെ വോട്ട് വാങ്ങി അവരെ ചവിട്ടുപടിയാക്കിക്കൊണ്ട് മുന്നോട്ട് പോയൊരു സർക്കാർ, ആ സർക്കാർ സാധാരണക്കാരന് യാതൊരു വിധത്തിലുള്ള പരിഗണനയും നൽകുന്നില്ല എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. നമുക്കറിയാം, മെഡിക്കൽ കോളേജിൽ പലതരത്തിലുള്ള ഓപ്പറേഷൻസുകൾ ഉണ്ടാവും. മെഡിക്കൽ കോളേജിൽ നിരവധി ശസ്ത്രക്രിയകൾ നടക്കുമ്പോഴും ഈ ശസ്ത്രക്രിയകൾക്കെല്ലാം ഉപകരണങ്ങൾ വാങ്ങിക്കൊണ്ട് അവിടെ സാധാരണക്കാരനാണ് ചെല്ലേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ കുറച്ചൊരു ന്യൂനപക്ഷം മാത്രമാണ് അവിടെ മറ്റേതെങ്കിലും ആശുപത്രികളിൽ നിന്ന് റെഫർ ചെയ്ത് വരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം പണം ഒരു പ്രശ്നമല്ലാതാകാം. പക്ഷേ സാധാരണക്കാരൻ ചികിത്സ തേടിയെത്തുന്ന ഒരു ആതുരാലയം എന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു ആശുപത്രി, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജുകളിൽ ഇങ്ങനെയുള്ള സംവിധാനങ്ങളുടെ അപര്യാപ്തത ഉണ്ടാകുന്നത് വലിയ കാര്യം തന്നെയാണ്. നമുക്കറിയാം, മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വഴി വിതരണം ചെയ്യുന്ന മരുന്നുകൾക്ക് ഒരു പ്രശ്നവുമില്ല, മരുന്നുകളെല്ലാം ഉണ്ട് എന്ന് വീണ ജോർജ് വാദമുയർത്തുമ്പോഴും പല മരുന്നുകളും ആശുപത്രിയിൽ കിട്ടാനില്ല എന്ന അവസ്ഥ തന്നെയാണുള്ളത്. ഏതായാലും കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ ഏറ്റവും മോശകരമായ പ്രവണതയും ദുസ്ഥിതിയുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. യഥാർത്ഥത്തിൽ ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മന്ത്രി വീണ ജോർജ് രാജിവെക്കുകയാണ് വേണ്ടത്. കുറ്റസമ്മതം നടത്തിയാണ് ജനങ്ങൾക്ക് മുന്നിൽ ഇന്ന് മന്ത്രി നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.